Okay, so let's do some problems on distribution functions. Check whether the following functions are distribution functions. First one, cap f of x equal to 0 if x less than or equal to 1 and 1 minus 1 by x if x greater than 1. ഒരു ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിൻ്റെ 3 കണ്ടീഷൻസ്, അതായത് മൊണോട്ടോൺ ഇൻക്രീസിങ് ആവണം, റൈറ്റ് കണ്ടിന്യൂസ് ആവണം, അതുപോലെ എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഈ ക്യാപ്പ് എഫ് എന്ന് പറയുന്ന ഒരു മൊണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ക്യാപ്പ് എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി 0 ആണ്, അപ്പോൾ എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആണ്. അപ്പോൾ 0യിൽ നിന്ന് 1ലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപ്പ് എഫിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ച് നോട്ട് ചെയ്യാം. സോ പ്ലീസ് നോട്ട് ദാറ്റ് if cap f is a distribution function, then first one, cap f must be non-negative. Okay, it must be non-negative, greater than or equal to 0 for every x, and the value lies in between 0 and 1. Okay, 0 less than or equal to cap f of x less than or equal to 1 for every x. അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേലുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം മതിയാവും. സോ ഫോർ എവറി എക്സിനാണ്, ശരിയല്ലേ? കാരണം ക്യാപ്പ് എഫ്, ബിക്കോസ് എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. So all other values should be lies in between 0 and 1 because of monotonicity increasing. Okay, and thirdly, what about the discontinuities of cap f? Cap f has a countable number of discontinuity, has at most a countable number of discontinuities. Okay, കാരണം because it is an increasing function. Discontinuities, ഇപ്പോൾ ടു മച്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവില്ല, അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവില്ല. കാരണം നമ്മളത് അനാലിസിസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു മൊണോട്ടോൺ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഫൈനൈറ്റ് നമ്പർ, അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അങ്ങനെ തന്നെയാണ്, കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്പ് എഫിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപ്പ് എഫ് അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ് പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രോബ്ലം, ക്യാപ്പ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 1 മൈനസ് 1 ബൈ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഈ കണ്ടീഷൻസ് ഒക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഗ്രാഫിക്കലി ഹണ്ട് ചെയ്താലും മതി. നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. See, this is the graph of this function. 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 1 മുതൽ അങ്ങോട്ട് 1 മൈനസ് 1 ബൈ എക്സ് ആണ്. നമുക്ക് 1 ബൈ എക്സിൻ്റെ ഗ്രാഫ് അറിയാമല്ലോ. 1 ബൈ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഈ ക്വാർട്ടറിലാണ്, ഫസ്റ്റ് ക്വാർട്ടറിലാണ് കിടക്കുക. അപ്പോൾ 1 മുതൽ അങ്ങോട്ടാണെങ്കിൽ 1 എന്നുള്ള വാല്യൂ എടുക്കും. ഇവിടെ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് പോവുക. അപ്പം മൈനസ് 1 ബൈ എക്സ് ആണെങ്കിൽ താഴേക്ക് വരും. ഓക്കെ, ഒരു 1 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പിലൊന്നും മാറ്റം ഉണ്ടാവില്ല, പക്ഷേ ഇത് ഒരു യൂണിറ്റ് ഹൈറ്റിൽ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. സോ ദാറ്റ് ഈസ് ദിസ് 1 മൈനസ് 1 ബൈ എക്സ് എന്ന് പറയുന്ന പോർഷൻ ഇങ്ങനെയാണ് വരിക. സി ക്ലിയർലി ദിസ് ഇസ് ആസ് എക്സ് ഗോസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി ദ ഫംഗ്ഷൻ ഗോസ് ടു 0 ആൻഡ് ആസ് എക്സ് ഗോസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ദിസ് ഗോസ് ടു 1. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് ഓക്കെയാണ്. And there is no problem for continuity. Okay, right continuous ആണ്, in particular right continuous ആണ്, എല്ലായിടത്തും continuous ആണ്, continuityക്ക് യാതൊരു പ്രോബ്ലം അല്ല. In fact cap f is continuous at every point. So ആ condition okay ആണ്, and it is monotone, no problem at all. Okay, so referring the figure, you see that cap f satisfies all the properties, or all the conditions. Okay, all the conditions of a df. Therefore cap f is a df. Okay, and what about the second one? Cap of x equal to 1 by pi tan inverse of x
x is a real number. Minus infinity less than x less than infinity. What about this? No, this is not a distribution function. Cap f is not a distribution function. Why? Because cap f is negative. Okay, cap f is negative. Cap f negative ആവും കാരണം as x goes to minus infinity, tan inverse x goes to negative side and it goes to negative pi by 2. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറോയിലേക്കല്ല അത് വരിക. മാത്രമല്ല എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അത് പറഞ്ഞാലും മതി. as x goes to infinity, we have tan inverse x, tan inverse of x goes to pi by 2 as x goes to infinity. Okay, this means that 1 by pi times tan inverse of x goes to 1 by pi times pi by 2, that is 1 by 2, not equal to 1. Okay, as x goes to infinity. Therefore cap f is not a df. കാരണം ഡി എഫ് ആവാനുള്ള ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് ഇൻഫിനിറ്റി നോട്ട് ഈക്വൽ ടു 1. എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് 1 ആയി തന്നെ സങ്കല്പിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഫാക്ടർ ഇവിടെ 1/2 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2/π എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 1/πക്ക് പകരം ഇവിടെ 2/π എന്ന് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. പക്ഷേ അത് പോരാ. കാരണം എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ അത് 0 വരില്ല. അത് എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി 0 വരില്ല. സോ ദിസ് ഇസ് ആക്ച്വലി അസ്യൂംസ് നെഗറ്റീവ് വാല്യൂസ് ഓൾസോ. എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി 0യിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ് എഫ് എന്തല്ല, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ല. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് പ്രോബ്ലം, given a function cap f equal to 0 if x less than 0, x if is 0 less than or equal to x less than half, and 1 if x greater than or equal to half is a distribution function. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. Also if cap x is a random variable with this function as its a distribution function, then find these probabilities. Okay, അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്ന് ആദ്യം നമുക്ക് കാണിക്കണം. ഈ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് ക്യാപ് എക്സ് എങ്കിൽ ഈ പ്രോബബിലിറ്റീസ് കമ്പ്യൂട്ട് ചെയ്യുകയും വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. സോ ഗ്രാഫ് ഓഫ് ക്യാപ് എഫ് ഈസ് ഗിവൻ ബൈ, എങ്ങനെ വരയ്ക്കാം? സോ ലുക്ക് അറ്റ് ദ ഗ്രാഫ്. സോ ലുക്ക് അറ്റ് ദ ഗ്രാഫ്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, അതായത് സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ 0 ആണ് അല്ലേ. സോ അപ് ടു 0 ദ വാല്യൂ 0, ഇവിടെ വരെ 0 ആണ്. പിന്നെ 0 മുതൽ 1/2 വരെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എക്സ്. എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക, ഒരു സ്ട്രേറ്റ് ലൈൻ ആണല്ലോ, സെഗ്മെൻറ്റ്. അതേത് വരെ? 1/2 വരെ. ഓക്കെ, 1/2 വരെ, 1/2. അപ്പോൾ 1/2 ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 തന്നെയാണ്. ഓക്കെ, പിന്നെ 1/2 മുതൽ അങ്ങോട്ട് ഇത് 1 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് എങ്കിൽ ഇവിടെ മുതൽ അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക ചെയ്യും. സോ 1/2 മുതൽ അങ്ങോട്ട് റൈറ്റ് സൈഡിൽ അത് 1 ആവുന്നു. So this is the function graph. So look at the graph. What about the monotonicity? Monotonicity is clear, right? As x increases, function value also increases. Okay. And what about continuity? It is continuous at every point except at 1/2. 1/2 ഒരു ജമ്പ് വരുന്നുണ്ട്. പക്ഷേ 1/2 റൈറ്റ് കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് തന്നെയാണ് ആ ഫംഗ്ഷനിലുള്ള, ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. 1/2 ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണല്ലോ. അപ്പോൾ 1ലേക്ക് ഉള്ള ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ലിമിറ്റിംഗ് വാല്യൂവിലേക്ക് തന്നെയാണ് 1/2 വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് 1/2. മറ്റുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. സോ ക്യാപ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ആൻഡ് തേർഡ്ലി, വാട്ട് അബൌട്ട് എഫ് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി? സെർട്ടൻലി ഇറ്റ് ഈസ് 0. കാരണം സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം 0 ആണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴോ സി 1/2 മുതൽ അങ്ങോട്ട് ഈ ഫംഗ്ഷൻ 1 ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്.
സോ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ വണ്ണിലേക്ക് പോകുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലിയർ from the graph it is clear that cap f satisfies all conditions of a df. Therefore cap f is a df, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് capex. Let capex be a random variable with cap f as its df. That means what? Random variable ന്റെ distribution function എന്താണ്? That means cap f of x is given by the probability that x less than or equal to small x. ഇതാണല്ലോ ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്താണ്? വി വാണ്ട് ടു ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1/4. ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? സോ ദിസ് ഇസ് സെയിം ആസ് 1 മൈനസ് probability of the event x less than or equal to 1/4. Okay, please note that probability of a complement is 1 minus probability of a. Okay, കാരണം എയും എ കോംപ്ലിമെൻറ്റും ഡിജോയിൻറ്റ് ഇവൻറ്റുകളാണ്. അവരുടെ യൂണിയൻ ടോട്ടൽ സ്പേസ് വരും. അതുകൊണ്ട് തന്നെ പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. സോ പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഈ എക്സ് ഗ്രേറ്റർ ദാൻ 1/4 എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4ൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 1/4ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് വാട്ട് ഈസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4? ദാറ്റ് ഈസ് പ്രിസൈസ്ലി ക്യാപ് എഫ് വാല്യൂ അറ്റ് 1/4. ക്യാപ് എഫിൻ്റെ ഡെഫിനേഷൻ പ്രകാരം അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് 1/4 എന്താണ്? എഫ് ഓഫ് 1/4 എന്ന് പറയുമ്പോൾ ക്യാപ് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0ക്കും 1/2ന് ഇടയ്ക്ക് വരുമ്പോൾ എക്സ് തന്നെയാണ്. അപ്പോൾ 1/4 എന്ന് പറയുന്നത് 0ക്കും 1/2ന് ഇടയ്ക്കാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് 1/4ലുള്ള വാല്യൂ ഈസ് ഗിവൺ ബൈ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് 1/4. സോ 1 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. Okay. Next we want to determine also what about probability of the event 1/3 less than x less than or equal to 3/8. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇവൻറ്റ് ഈസ് ദി ഇവൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് ഇവൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദിസ്. ബിക്കോസ് ഈ ഇവൻറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇവൻറ്റിൽ ഏത് ഇവൻ്റ് ഉണ്ട്? സോ നമ്മൾ റിയൽ ലൈൻ എടുക്കുകയാണെങ്കിൽ എ ബി. അപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു എ. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ബി. ബി ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട് ആദ്യത്തേതിൽ രണ്ടാമത്തെ ഇവൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റികളുടെ ഡിഫറൻസ് ആയിരിക്കും. സോ ഈ സെഗ്മെൻറ്റിൻ്റെ പ്രോബബിലിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/8 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. ഇങ്ങനെ എഴുതാം. ഓക്കെ, ആദ്യത്തേത് ആക്ച്വലി നമ്മുടെ എഫ് ഓഫ് 3/8 ആണ്. രണ്ടാമത്തേത് ക്യാപ് എഫ് ഓഫ് 1/3. ഓക്കെ, വാട്ട് ഈസ് എഫ് ഓഫ് 3/8? 3/8 എന്ന് പറയുന്നത് 1/2നേക്കാളും ചെറുതാണോ വലുതാണോ നോക്കിയാൽ മതി. 3/8 ഈസ് ലെസ് ദാൻ 1/2. ലെസ് ദാൻ 1/2 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. സോ ദ വാല്യൂ ഈസ് 3/8. അത് തന്നെയാണ് വരുന്നത്. മൈനസ് 1/3 ഈസ് ലെസ് ദാൻ 1/2. സോ ദ വാല്യൂ ഈസ് ഗിവൺ ബൈ ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് 1/3ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ 1/3 തന്നെയാണ്. സോ സിംപ്ലിഫൈങ് ടു ഗെറ്റ് 24 ന്യൂമറേറ്ററിൽ എന്ത് വരും? 9 minus 8, that is 1/24. So this is the value. Next problem, let x be defined on the probability space omega is p by x of little omega equal to c, where c is a constant for every omega in omega. Then determine the df of this capex. ഇവിടെ ഈ റാൻഡം വേരിയബിൾ കോൺസ്റ്റൻറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, ദിസ് റാൻഡം വേരിയബിൾ capex is the constant random variable. കോൺസ്റ്റൻറ്റ് റാൻഡം വേരിയബിൾ, അതായത് എല്ലാ സാമ്പിൾ പോയിൻറ്റ്സിനും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന റാൻഡം വേരിയബിൾ.
ഓക്കെ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡീജനറേറ്റഡ് റാൻഡം വേരിയബിൾ എന്നും പറയും. ഓൾസോ കോൾഡ് എക്സ് ഈസ് to be degenerated. Okay, degenerated at the point C എന്ന് പറയുന്ന പോയിന്റിൽ ഡീജനറേറ്റ് ചെയ്യുന്നു. അതായത് എല്ലാ സാമ്പിൾ പോയിന്റുകളെയും ഒരൊറ്റ കോൺസ്റ്റന്റ് പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് സിംഗിൾട്ടൺ സി എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ തന്നെ ഫുൾ ഒമേഗ കിട്ടും. ദാറ്റ് ഈസ് ഐഡിയ. ഓക്കെ, എല്ലാ പോയിന്റുകളും സിയിലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത് അണ്ടർ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്? ഇവിടെ തന്നിരിക്കുന്നത്, സോ വി ആർ ഗിവൺ ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു സി ഫോർ എവറി ഒമേഗ ഇൻ ഒമേഗ. ഓക്കെ, so therefore this means that x inverse of the singleton set C is full of omega. Okay, right. So that ഇതിൻ്റെ പ്രോബബിലിറ്റി ലോ അനുസരിച്ച് പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് വിൽ ബി പി ഓഫ് ഒമേഗ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ബിക്കോസ് പി ഇസ് എ പ്രോബബിലിറ്റി മെഷർ. ഒമേഗയുടെ പ്രോബബിലിറ്റി മെഷർ 1 ആയിരിക്കും. ഫുൾ സെറ്റ് ആണല്ലോ അത്. സോ കീപ് ദിസ് ഇൻ മൈൻഡ്. സോ പി ഓഫ് എക്സ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എക്സ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് ഏതാണ്? ഇവൻ്റ് ആയിട്ട് എഴുതുമ്പോൾ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു സി അല്ലേ? എക്സ് ഈക്വൽ ടു സി. അല്ലെങ്കിൽ ഫുൾ ഡിസ്ക്രിപ്ഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് അത് എഴുതുക? സെറ്റ് ഓഫ് ഓൾ ഒമേഗ ഇൻ ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു സി. അതാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് cap x ഈക്വൽ ടു സ്മോൾ സി ഈക്വൽ ടു 1. സോ കീപ് ദിസ് ഐഡിയ ഇൻ മൈൻഡ്. അതായത് സി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിലേക്ക് മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ എടുക്കുന്നത് സി എന്നുള്ള വാല്യൂ മാത്രമേ റിയലൈസ് ചെയ്യുന്നുള്ളൂ. സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഒന്നും റിയലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? സോ ബൈ ഡെഫിനിഷൻ, what is distribution function? So df, the df of cap x is given by cap f of x equal to probability of the event x less than or equal to small x അല്ലേ? ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണല്ലോ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ ക്യാപ് എക്സ് റിയലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സാധ്യത, ഈ സ്മോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് സിയുടെ ലെഫ്റ്റ് സൈഡിലാകാം അല്ലെങ്കിൽ സിയുടെ റൈറ്റ് സൈഡിലാകാം. ഇങ്ങനെ രണ്ട് സാധ്യതകൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഇവൻ്റ് എഴുതി നോക്കാം. ഇത് വിട്ടിരിക്കട്ടെ. സോ വി ഹാവ് ദ ഇവൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ ദിസ് ഇവൻറ്റ്, ഈ എക്സ് എന്ന് പറയുന്നത് സിയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് എം ടി ഇവൻ്റ് ആണ് വരിക. സോ ദിസ് വിൽ ബി എം ടി ഇവൻറ്റ് ഇഫ് ദിസ് പോയിന്റ് എക്സ് ഈസ് ലെസ് ദാൻ സി, സിയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ. കാരണം ഈ റാൻഡം വേരിയബിൾ ഒമേഗയിലുള്ള പോയിന്റ്സിനെ എല്ലാം സിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിയുടെ ലെഫ്റ്റിലുള്ള ഒരു പോയിന്റിലേക്കും ക്യാപ് എക്സ് മാപ്പ് ചെയ്യില്ല, ഒമേഗ ഒരു പോയിന്റിനെയും മാപ്പ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് എം ടി ആയിരിക്കും. ഇനി ഈ എക്സ് കിടക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിലോ, ഇവിടെയാണ് സിയുടെ റൈറ്റ് സൈഡിലാണ് എക്സ് കിടക്കുന്നതെങ്കിലോ, അപ്പോൾ ക്യാപ് എക്സ് സി എന്ന് പറയുന്ന പോയിന്റ് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന പോയിന്റുകളുടെ കളക്ഷൻ അവിടെ വരും. സിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന പോയിന്റുകളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഒമേഗ വരും, ഫുൾ ഓഫ് ഒമേഗ. ഓക്കെ, വി ഹാവ് ദ ഈ ഇവൻറ്റ് ഒന്നുകിൽ എം ടി ഇവൻ്റ് അല്ലെങ്കിൽ ഫുൾ ഇവൻ്റ് ആയിട്ടാണ് വരുന്നത്. Therefore, what is probability? Probability of this event will be equal to 0 if x less than c, okay, 1 if x greater than or equal to c. കാരണം എം ടി ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0, ഫുൾ ഇവൻറ്റിൻ്റെ മീൻസ് ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. സോ therefore what is distribution function? Required distribution function is this one: 0 if x less than c, 1 if x greater than or equal to c. So this is the distribution function of this random variable or constant random variable or the random variable degenerated at the point c. Okay. Next problem. Let x be the number of heads when a fair coin is tossed 2 times. Write the distribution function of this random variable x. ഒരു ഫെയർ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ഹെഡും ടെയിലും വീഴാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. ഈക്വൽ പ്രോബബിലിറ്റി നമുക്ക് അസൈൻ ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സൺബയാസ്ഡ് കോയിൻ എന്നൊക്കെ പറയും, ഫെയർ കോയിൻ ഓർ അൺബയാസ്ഡ് കോയിൻ. അപ്പോൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ പോയിൻറ്റ്സ് എഴുതാം. ഓക്കെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പിൾ പോയിൻറ്റ്സ് എഴുതാം. സോ ഹിയർ ഒമേഗ വിൽ ബി സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റ്സ് എച്ച് എച്ച് വരാം, എച്ച് ടി, ഓക്കെ, ടി എച്ച്, ടി ടി. ഇതിൻ്റെ മീനിങ് അറിയാമല്ലോ. ആദ്യത്തെ കോർഡിനേറ്റ് ഫസ്റ്റ് ടോസിൻ്റെ റിസൾട്ട്, രണ്ടാമത്തെ കോർഡിനേറ്റ് സെക്കൻഡ് ടോസിൻ്റെ റിസൾട്ട്. ഓക്കെ, സോ ഇവിടെ സാമ്പിൾ കോയിൻ ഫെയർ ആയതുകൊണ്ട് തന്നെ സിൻസ് ദ കോയിൻ ഈസ് ഫെയർ, since the coin is fair, we can assign the probability. We can assign probability equally likely. Okay, equally likely or uniformly. Equally likely or uniformly. Okay, that means ഓരോ എലമെൻ്ററി ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആയിട്ട്, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഐ ജെ. ഓക്കെ, ഒരു സിംഗിൾ എലമെൻ്ററി ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, 1/4 ആയിട്ട് എടുക്കാം. ഓക്കെ, 4 എലമെൻ്ററി ഇവൻറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ യൂണിഫോം ആയിട്ട് ഈക്വലി ലൈക്ലി ഓർ യൂണിഫോംലി, ഓക്കെ, 1/4 ഈച്ച് ആയിട്ട് നമുക്ക് എടുക്കാം. റൈറ്റ്, സോ ദിസ് ഇസ് ദ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. ഇനി നമുക്ക് ആവശ്യം എന്താ, നമുക്ക് ആവശ്യം ഇപ്പോൾ ഇവിടെ what is the random variable x, what are the values of the random variable x. X assumes the values, ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യും, 0, 1, 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് എഴുതി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. ഈ ഇവൻ്റ് പ്രോബബിലിറ്റി, വാട്ട് ഈസ് ദിസ് ഇവൻറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റ്സ് ഫോർ വിച്ച് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 0. അതായത് 0 എക്സ്, വാട്ട് ഈസ് എക്സ്, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ 0 ഹെഡ്സ് ഉള്ള സാമ്പിൾ പോയിൻറ്റുകൾ ഏതൊക്കെയാണോ അതൊക്കെയാണ് ഇവിടെ വരിക. ഹെഡുകളൊന്നും ഇല്ലാത്തത് അതാര് മാത്രമേ ഉള്ളൂ, ടി ടി എന്ന് പറയുന്ന ആ ഇവൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ടി ടി. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് ടി ടി. വാട്ട് ഈസ് ദാറ്റ്, 1/4. വി ഓൾറെഡി ഒബ്സർവ്ഡ്. ഓക്കെ, ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിലോ, ദറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ദി എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് വരാം, അതായത് എച്ച് ടി, ടി എച്ച്, ഈ രണ്ടെണ്ണമാണ് അതിൽ വരുന്നത്. സോ what will be the probability of this one? See, ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ദീസ് ടു ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ്. ഓക്കെ, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് എച്ച് ടി യൂണിയൻ ഇവൻ്റ് ടി എച്ച്. ഓക്കെ, ഈ രണ്ട് ഇവൻറ്റുകളുടെ യൂണിയനാണ്. ഇതൊരു ഡിസ്ജോയിൻറ്റ് യൂണിയനാണ്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി അഡിറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ്. So this will be probability of ht plus probability of th by additivity of probability measure. So this is equal to 1/4 plus 1/4, that is equal to 1/2. Okay, ഇനി അടുത്തത് ഫൈനലി പി ഓഫ് എക്സ് ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ് വരിക, 2 ഹെഡ്സ് ഉള്ളത്. അതേതാ 2 ഹെഡ്സ് വരിക എന്ന് പറയുമ്പോൾ എച്ച് എച്ച് എന്ന് പറയുന്ന ഈ ഇവൻ്റാണ് മാത്രമേ അതിനകത്തുള്ളൂ, ഈ സാമ്പിൾ പോയിൻ്റ് മാത്രമേ അതിനകത്ത് വരുള്ളൂ. ദാറ്റ് ഈസ് 1/4. ഓക്കെ, അപ്പോൾ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസിനുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യം എന്താണ്, വി വാണ്ട് ടു റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതണമെങ്കിൽ എന്ത് വേണം നമുക്ക്, സി, സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ of x. So we want to find the probability of the event x less than or equal to small x. This is capital F of x. Okay, അപ്പോൾ ഇവിടെ
ഈ എക്സ് എന്ന് പറയുന്നത് 0 എന്നുള്ള വാല്യൂ 1 2 3 4 വാല്യൂസ് ആണ്. 3 ഇല്ല, സോറി, 3 വാല്യൂസ്, 0 1 2, ഈ 3 വാല്യൂസ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അപ്പോൾ ഈ സ്മോൾ എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പറിന് 4 സാധ്യതകളാണ്. -∞ ടു 0 ഈ സെഗ്മെൻറ്റിൽ കിടക്കാം, 0ക്ക് 1ന് ഇടയ്ക്കാവാം, 1നും 2നും ഇടയ്ക്കാകാം, 2ൻ്റെ റൈറ്റ് സൈഡിലാകാം. അങ്ങനെ 4 സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. സോ ഇഫ് സ്മോൾ എക്സ് ലെസ് ദാൻ 0, 0യുടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ, ഇവിടെയാണ് എക്സ് കിടക്കുന്നതെങ്കിൽ, ഈ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0 1 2 ആണ്. അത് സ്മോൾ എക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവും ഈ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻ്റ് ഏതാണ്? ദാറ്റ് ഈസ് ദി ഇവൻ്റ് എം ടി. അപ്പോൾ നമുക്ക് ഈ ഇവൻ്റ് വേണമെങ്കിൽ ആദ്യം എഴുതാം. സോ ലെറ്റ്സ് കൺസിഡർ ദി ഇവൻ്റ് ഫസ്റ്റ്. ഓക്കെ, ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എം ടി ഇവൻ്റ് ഇഫ് എക്സ് ലെസ് ദാൻ 0. ഓക്കെ, ഇനി എക്സ് 0ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിലോ? 0ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ അത് 0 എന്ന് പറയുന്ന ആ വാല്യൂ അസ്യൂം ചെയ്തു എന്നുള്ളതാണ് ഇതിനർത്ഥം. സോ ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഇവൻ്റ് ആണ് വരിക. ഇനി 1നും 2നും ഇടയ്ക്കാണ് നമ്മുടെ എക്സ് കിടക്കുന്നതെങ്കിലോ? 1നും 2നും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 ആണ് എക്സ് എങ്കിൽ ഈ റാൻഡം വേരിയബിൾ 0 എന്നുള്ള വാല്യൂം റിയലൈസ് ചെയ്യുന്നുണ്ട്, 1 എന്നുള്ള വാല്യൂ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ബി ദ യൂണിയൻ ഓഫ് എക്സ് ഈക്വൽ ടു 0, ഓക്കെ, കോമ എക്സ് ഈക്വൽ ടു 1, ഓർ യൂണിയൻ എക്സ് ഈക്വൽ ടു 1. ഞാൻ ഇങ്ങനെ തന്നെ എഴുതട്ടെ, കാരണം എനിക്ക് പ്രോബബിലിറ്റി അസൈൻ ചെയ്യണം. ഓക്കെ, ഇനി എക്സ് കിടക്കുന്നത് 2ൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിലോ? 2ൻ്റെ റൈറ്റ് സൈഡിലാണ് എക്സ് കിടക്കുന്നതെങ്കിൽ എല്ലാ വാല്യൂസും അത് എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു. 0 1 2 3 വാല്യൂസും റിയലൈസ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒമേഗയിലുള്ള എല്ലാ പോയിന്റ്സും വരും. സോ ഫുൾ ഓഫ് ഒമേഗ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഇവൻ്റ് വരും. ദെർഫോർ ഇതിൻ്റെ പ്രോബബിലിറ്റി ആണല്ലോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു probability of empty set. Okay, probability of emptyയുടെ probability എന്താണ്? That is 0 if x less than 0. Okay, x equal to 0 എന്ന് പറയുന്ന ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടുവച്ചു. അത് 1/4 ആണ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. ഓക്കെ, അതുപോലെ x equal to 0 ആൻഡ് x equal to 1, അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും പ്രോബബിലിറ്റീസിൻ്റെ സമ്മാണ് എക്സ് ഈക്വൽ ടു 0 പ്രോബബിലിറ്റി പ്ലസ് എക്സ് ഈക്വൽ ടു 1 ആവാനുള്ള പ്രോബബിലിറ്റി. അതെന്താണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 പ്ലസ് 1/4 വരും, ബിക്കോസ് ദേ ആർ ഡിസ്ജോയിൻറ്റ് ഈവൻസ്. സോ 1/4 പ്ലസ് 1/2 if 1 less than or equal to x less than 2. P of omega എത്രയാണ്? 1 ആണ് if x greater than or equal to 2. That means this is equal to 0 if x less than 0 and 1/4 if 0 less than or equal to x less than 1. 1/2 plus 1/4 എന്ന് പറയുമ്പോൾ 3/4 if 1 less than or equal to x less than 2. 1 if x greater than or equal to 2. കഴിഞ്ഞു. Okay, so this is the distribution function of this random variable. Okay, സോ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. ഇതോടെ നമുക്ക് ഈ സെഗ്മെൻറ്റ് ഡിസ്കഷൻ അവസാനിപ്പിക്കാം. സി ദ ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 1 മൈനസ് ഇ പവർ നെഗറ്റീവ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 എക്സ് ലെസ് ദാൻ 0. യു വാണ്ട് ടു ഷോ ദാറ്റ് cap f is a distribution function. If cap x is a random variable with this function as its distribution function, then find the probability of this event. ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. ഇറേഷൻ നെഗറ്റീവ് എക്സിൻ്റെ 1 മൈനസ് ഇറേഷൻ നെഗറ്റീവ് എക്സിൻ്റെ ഗ്രാഫ് ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇറേഷൻ നെഗറ്റീവ് എക്സിൻ്റെ ഗ്രാഫിൽ നിന്ന് 1 മൈനസ് ഇറേഷൻ നെഗറ്റീവ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കിയാൽ മതി. ആ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാകും ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ. അതല്ലെങ്കിൽ മാനുവലായിട്ട് കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ കണ്ടിന്യൂറ്റിക്ക് യാതൊരു കുഴപ്പമില്ല. 0 0യിൽ മാത്രമാണ് ഒരു സ്പ്ലിറ്റപ്പ് വരുന്നത്, ബാക്കിയുള്ളിടത്തോളം കണ്ടിന്യൂസ് ആണ്.
സീറോയിലാണെങ്കിൽ തന്നെ സീറോയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സീറോ ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും സീറോ ആണ്. അപ്പോൾ ഇത് ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. അതിൻ്റെ മൊണോട്ടോണിസിറ്റി മാനുവലായിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 അസ്യൂം ചെയ്തുകൊണ്ട് f of x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2 എന്ന് കാണിക്കാം. ആൻഡ് f of പോസിറ്റീവ് ഇൻഫിനിറ്റി ആസ് x ഗോസ് ടു ഇൻഫിനിറ്റി വാട്ട് ഹാപ്പൻസ്, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇ റേസ് നെഗറ്റീവ് എക്സ് എന്നുള്ള ഫാക്ടർ സീറോയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ 1 മൈനസ് ഇ റേസ് നെഗറ്റീവ് എക്സ് എന്നുള്ളത് 1ലേക്ക് പോകും. എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നോക്കൂ, നെഗറ്റീവ് സെഗ്മെൻറ്റിൽ തന്നെ കംപ്ലീറ്റ് സീറോ ആയിട്ടാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ടു സീറോ. അങ്ങനെ മാനുവലായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്രാഫ് നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ആകാം. ഇനി ഇതിൻ്റെയോടൊപ്പം ഇതിൻ്റെ ഈ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവൻറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2 എന്നുള്ള ഇവൻ്റാണ് വരുന്നത്. ഓക്കെ, എക്സ് ലെസ് ദാൻ 2. ഈ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നതിനെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. ക്യാപ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ആ ബൗണ്ടറി പോയിന്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ പക്ഷേ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് എന്നിട്ട് 2 അവോയ്ഡ് ചെയ്താൽ മതിയല്ലേ, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഇവൻറ്റിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് ക്യാപ് എഫിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യാം. അത് ക്യാപ് എഫ് ഓഫ് 2 ആയിരിക്കും, മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 തൽക്കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലേറ്റർ ഓൺ യു വിൽ റിയലൈസ് ദാറ്റ് ക്വാണ്ടിറ്റി ആക്ച്വലി സീറോ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യും. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കത് റിയലൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് വിൽ ബി ക്യാപിറ്റൽ എഫ് ഓഫ് 2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എക്സ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ, ലെറ്റ് എക്സ് ബി ദ സം ഓഫ് ഫേസ് വാല്യൂസ് ഓഫ് എ ഫേസ് വാല്യൂസ് വെൻ എ ഫെയർ ഡൈ ഈസ് റോൾഡ് 2 ടൈംസ്, ദെൻ റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ക്യാപ് എക്സ്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ ഡൈ എന്ന് പറയുമ്പോൾ ഈ 6 ഒരു തവണ നമ്മൾ റോൾ ചെയ്യുമ്പോൾ 6 ഫേസും വരാനുള്ള പോസിബിലിറ്റി യൂണിഫോം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസിൽ 36 കോർഡിനേറ്റ്സ് ആണല്ലോ, 36 പോയിന്റ്സ് ആണല്ലോ എലമെൻ്ററി ആയിട്ടുണ്ടാവുക, സാമ്പിൾ പോയിന്റുകൾ ഉണ്ടാവുക. ആ 36 പോയിന്റുകൾക്കും ഈക്വൽ പ്രോബബിലിറ്റീസ് ആണ് ഹാപ്പൻ ചെയ്യാനുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിൾ പോയിന്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് 1/36 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് പ്രോബബിലിറ്റി മെഷറിൻ്റെ കൗണ്ടബിൾ അഡിറ്റിവിറ്റി നേച്ചറൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി അവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാപെക്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂസിൻ്റെ സമ്മാണ്. ഫേസ് വാല്യൂസിൻ്റെ സം എന്ന് പറയുമ്പോൾ 2 മുതൽ 12 വരെയുള്ള വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് സ്പ്ലിറ്റപ്പ് കൊടുക്കണം, 2, 3, 4 അപ് ടു 12. അപ്പോൾ സ്പ്ലിറ്റപ്പ് കൊടുക്കുമ്പോൾ എക്സ് ലെസ് ദാൻ 2 ഒരു കേസ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 അടുത്ത കേസ്, 3 to 4 അടുത്ത കേസ്, 3 less than or equal to x less than 4, and continue like that. And then finally 11 less than or equal to x less than 12, and finally x greater than or equal to 12. ഇങ്ങനെ സ്പ്ലിറ്റ് ഇപ്പോൾ കൊടുത്ത് അത് എഴുതേണ്ടി വരും. എക്സ് ലെസ് ദാൻ 2ൽ ആ ഇവൻ്റ് എം ടി ഇവൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിൾ 2 എന്നുള്ള വാല്യൂ റിയലൈസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂസിൻ്റെ സമ്മാണ് 2 വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ സാമ്പിൾ പോയിൻറ്റ്സുകളാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി എടുത്തെഴുതുക, എന്നിട്ടത് സം ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് നമുക്ക് ഈ ക്യാപിറ്റൽ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ആ ഡിസ്കഷൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഒരു റാൻഡം വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി സ്പേസിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, വിൽ കണ്ടിന്യൂ അവർ ഡിസ്കഷൻ ഇൻ ലേറ്റർ ക്ലാസ്സസ്. ഓക്കെ, താങ്ക് യു.